സമാധാന ചർച്ചകൾ വഴിമുട്ടി നിൽക്കെ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷത്തിലേക്ക്. സമാധാന ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറിയെന്ന വാർത്തകൾക്ക് പിന്നാലെ ഇരുഭാഗത്തു നിന്നും ആക്രമണങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ കെഷം ദ്വീപിൽ US ആക്രമണം നടത്തി. കുവൈറ്റിലും ബഹ്റൈനിലും മിസൈൽ ആക്രമണം നടന്നതായും റിപ്പോർട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ കെഷം ദ്വീപിൽ സ്വയം പ്രതിരോധ ആക്രമണം നടത്തിയതായി US സൈന്യം അവകാശപ്പെട്ടു. കെഷം ദ്വീപിൽ നിന്ന് വൻ സ്ഫോടന ശബ്ദം കേട്ടതായി ഇറാന്റെ മെഹർ വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തു. ഇതോടെ മേഖല വീണ്ടും സംഘർഷഭരിതമായി. കുവൈറ്റിനും ബഹ്റൈനും നേരെയുള്ള ഒന്നിലധികം ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും വിജയകരമായി പരാജയപ്പെടുത്തിയതായും US സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് എക്സിൽ പങ്കിട്ട പ്രസ്താവനയിൽ പറഞ്ഞു. ഇറാൻ പ്രാദേശിക അയൽക്കാർക്ക് നേരെ നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചുവെന്നും അവയെല്ലാം അവയുടെ ലക്ഷ്യങ്ങളിൽ എത്തുന്നതിൽ പരാജയപ്പെട്ടു എന്നും സൈന്യം എക്സിൽ കുറിച്ചു. ബഹ്റൈനിലും കുവൈറ്റിലും വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങിയതായി അൽ ജസീറയും റിപ്പോർട്ട് ചെയ്തു. അതേസമയം സമാധാന ശ്രമങ്ങൾ നടക്കുന്നതിനിടെ വീണ്ടും മേഖല സംഘർഷത്തിലേക്ക് നീങ്ങുന്നത് ലോകരാജ്യങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ലബനോൻ യുദ്ധത്തിൽ നിന്ന് ഇസ്രായേലിനെ തടഞ്ഞില്ലെങ്കിൽ സമാധാന ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഇറാൻ അറിയിച്ചിരുന്നു. അതേസമയം ചർച്ചകളിൽ നിന്ന് ഇറാൻ പിൻവാങ്ങുന്ന വിവരം അറിഞ്ഞിട്ടില്ല എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ഇസ്രായേൽ ലബനോൻ സമാധാന ചർച്ച നടക്കുന്നതിനിടയിലും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. വാഷിംഗ്ടണിൽ US മധ്യസ്ഥതയിൽ ലബനോൻ ഇസ്രായേൽ 4ാം ഘട്ട വെടിനിർത്തൽ ചർച്ച തുടങ്ങിയ ചൊവ്വാഴ്ചയും ദക്ഷിണ ലബനോനിലെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ അതിരൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ടു. ഇതോടെ 96 ദിവസം പിന്നിട്ട യുദ്ധം അവസാനിപ്പിക്കാനാവാതെ രാജ്യത്തിനകത്തും പുറത്തും വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ട്രംപ്. സമാധാന ചർച്ചകളിൽ നിന്ന് പിൻവാങ്ങുന്നതായി ഇറാൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ട്രംപ് രംഗത്തെത്തി. ചർച്ചകൾ അവസാനിപ്പിച്ചു എന്ന വാദം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളി. ചർച്ചകൾ തുടരുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 4 ദിവസങ്ങൾക്ക് മുൻപും 3 ദിവസങ്ങൾക്ക് മുമ്പും 2 ദിവസങ്ങൾക്ക് മുമ്പുമെല്ലാം ചർച്ചകൾ തുടർച്ചയായി നടന്നുവെന്നും ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാനാകില്ലെങ്കിലും ഒരു കരാറിലെത്താൻ ഇറാന് സമയമായെന്നും സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ ട്രംപ് പറഞ്ഞു. അതേസമയം നെതന്യാഹുവുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ ട്രംപ് ക്ഷുഭിതനായതായി റിപ്പോർട്ടുകളുണ്ട്. സംസാരത്തിനിടെ നെതന്യാഹുവിനെ ട്രംപ് ഭ്രാന്തനെന്ന് വിശേഷിപ്പിച്ചു അത്രേ. എന്നാൽ ആക്രമണം അവസാനിപ്പിക്കുമെന്ന് നെതന്യാഹു തനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും ഹിസ്ബുള്ള വെടിനിർത്തലിന് തയ്യാറായെന്നുമാണ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതേസമയം ഇറാനിലേക്കുള്ള കപ്പലുകൾ തടയുന്ന അമേരിക്കൻ ഉപരോധം തുടരുകയാണ്. ഇതിന്റെ ഭാഗമായി ബോട്സ്വാനയുടെ പതാകയേന്തിയ MT ലെക്സി എന്ന എണ്ണക്കപ്പലിനു നേരെ അമേരിക്കൻ സൈന്യം ഹെൽഫയർ മിസൈൽ പ്രയോഗിച്ചു. US ഉപരോധം മറികടന്ന് ഇറാന്റെ തുറമുഖത്തേക്ക് കടക്കാൻ ശ്രമിച്ച കപ്പലിന്റെ എഞ്ചിൻ റൂമിലേക്കാണ് അമേരിക്കൻ വിമാനം മിസൈൽ തൊടുത്തുവിട്ടത്. 24 മണിക്കൂറോളം തുടർച്ചയായി നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിച്ചതിനാലാണ് നടപടിയെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ചതിന് അമേരിക്കൻ സൈന്യം തടയുന്ന 7ാമത്തെ കപ്പലാണിത്. ആശയവിനിമയം നിർത്തിയെന്ന റിപ്പോർട്ടുകളെ കുറിച്ച് വാഷിംഗ്ടണിൽ നടന്ന കോൺഗ്രഷണൽ ഹിയറിംഗിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രതികരിച്ചില്ല. ആണവ വിഷയങ്ങളിലെ ചർച്ചകളിൽ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ച അദ്ദേഹം എന്നാൽ സ്വീകാര്യമായ ഒരു കരാറിലെത്തുമെന്ന ഉറപ്പില്ലെന്നും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.